ഇതിന്റെ സ്റ്റോറി ടെല്ലിങ്ങും ഇതിന്റെ സ്റ്റോറി ലൈനും ഒക്കെ ഉണ്ടല്ലോ വളരെ ശോകമാണ്. ഭക്തിയുടെ ഓവർഡോസ് ആണ് ഇതിനകത്ത് അടിച്ചിട്ടുള്ളത്. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, ഒന്നും മനസ്സിലാവില്ല. അടിപൊളി. ഇപ്പൊ ഗോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവിളും കാണൂല. അതിനു വേണ്ടി വേറെ കുറച്ച് ടീമുകൾ. ഇതൊക്കെ നമ്മൾ എവിടേക്കോ കുറെ സിനിമയിൽ കണ്ടു വന്നിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ പോലെ കാണാൻ തുടങ്ങിയ ഒരു 20 മിനിറ്റ് നമുക്ക് ഓക്കെ ആയിരുന്നു, കാരണം ഇതെന്താന്ന് അറിയണല്ലോ. അതിനുശേഷം ഇത് ഭയങ്കര ക്ലീഷേ ആയിപ്പോയി. ഈ നാട് കാട് ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആ ഒരു പഞ്ചിയായില്ല. അതായത് പെട്ടെന്ന് അതുവരെ മൊണ്ണയായിട്ടിരുന്ന രാജാവ് അങ്ങോട്ട് ചാടി കയറിയാണ് പോകും ഒരു സ്ഥലത്തേക്ക്. പിന്നെ അവിടുന്ന് ഈ ദൈവിക എലമെന്റ്സ് വരാൻ തുടങ്ങും. പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരയിൽ ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു 10-20 മിനിറ്റ് നമ്മളെ വാവ് ഒടിപ്പിച്ച സാധനം ഉണ്ടല്ലോ, ഇതിനകത്ത് ഭാര്യ കതറിയിക്കുക. ഇതിനകത്ത് കുറെ ടെക്നിക്കലി അടിപൊളി പൈസ ചെലവാക്കിയ പരിപാടി ചെയ്തുകൊണ്ട് ആ റോ ഫീലിംഗ് നിന്ന് മാറിയിട്ട് ഭയങ്കര സൂപ്പർ നാച്ചുറൽ സാധനം, ദൈവികത ഭയങ്കര ഓവർഡോസ് ദൈവികതയായി പോയി. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ഇതെന്തോ പ്രൊപ്പഗണ്ട മൂവി ഒക്കെ എടുത്തു വെക്കണ പോലെ എടുത്തു വെച്ചിട്ടുള്ള എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് പേഴ്സണലി അടിച്ചു. കാരണം ഇത്ര ഓവർഡോസ് ഓഫ് ദൈവികത എനിക്ക് പേഴ്സണലി പറ്റില്ല. ഈശ്വര, ഈ കല്യാണം ഒന്ന് മംഗളമായിട്ട് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. മണ്ണാറശാലയിൽ ഞാൻ ഒരു ഉരുളി കമഴ്ത്തി വെക്കാമേ. യുക്തിവാദി ഫണ്ടിലേക്ക് ഇരിക്കട്ടെ. അതങ്ങോട്ട് കൂടുതൽ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും പിന്നെ സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ പഴയ നമ്മളെ സീരിയലൊക്കെ ഇല്ലടാ, മറ്റേ മന്ത്രവാദം, ഓം നമ ശിവായ, അങ്ങനത്തെ ഒക്കെ കുറെ സീരിയലിലുള്ള പോലെ ഇതുണ്ടായല്ലോ. ഒരു സിനിമ ഒരു സീരിയൽ ഉണ്ടായിരുന്നടാ, കാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമൊക്കെ ഒരു സീരിയലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഐറ്റം. നിനക്ക് എന്ത് പറ്റി വിജയ? നീ മരുന്ന് വല്ലതും മാറി കഴിച്ചോ? ഇതൊക്കെ തച്ച് തകർക്കാൻ വേണ്ടിയിട്ട് അതിശയന്റെ കുട്ടി പോലത്തെ ഒരു ഐറ്റം അതെന്തിനാ വെച്ചത് എനിക്ക് ഇപ്പോഴും അറിയാം. അവിടെയാണ് ഈ സിനിമയുടെ ദൈവികത അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഓവർഡോസ് ഓഫ് അതെ എക്സാക്ട്ലി അവിടെയാണ് ഇവര് ഭക്തി വിറ്റത്. മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക ഇവരുടെ സ്ഥിരം പണി. വഴിന്ന് മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുற പട്ടി, ഒപ്പിടുற പട്ടി, തെണ്ടി നായിന്റെ ടെക്നിക്കലി വാവാണ് പടം. പൈസ മുടക്കിയത് ഇപ്പോ നമ്മള് കുറെ പടങ്ങള് തൂറ്റാപ്പി അടിച്ചു പോയത് കണ്ടു. 300-400 കോടി മുടക്കിയിട്ട് ടെക്നിക്കലി ബ്ലണ്ടർ ആയ കുറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഇത് പേടിപ്പിക്കുന്ന പോട്ടെ, എക്സൈറ്റ്മെന്റ് ഇല്ല. നോ എക്സൈറ്റ്മെന്റ് ഫാക്ടർ ആണ് ഇതിനകത്ത്. അത് നമുക്ക് മനസ്സിലാവില്ല. കോംപ്ലക്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് അതുകൊണ്ട് പുലിയൊക്കെ എന്തിനാ വന്നത്? ആ ഫ്രെയിം ഒക്കെ ഭയങ്കര സംഭവമാണ്. പക്ഷെ ആ ഫ്രെയിമിന്റെ ബാക്കിലുള്ള കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി വെരി ഇൻട്രസ്റ്റിംഗ് ബട്ട് ഐ ഡോണ്ട് കെയർ.